ഹായ് ആൾ, വെൽക്കം ടു ടെക് പി എസ് സി. ടെക് പി എസ് സിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുതിയൊരു നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസുമായിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് കേരള വാട്ടർ അതോറിറ്റി എന്ന് പറയുന്നത് അല്ലെ. കേരള വാട്ടർ അതോറിറ്റിയിലോട്ടുള്ള സബ് എഞ്ചിനീയർ പോസ്റ്റ് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 എന്നറിയപ്പെടുന്ന ഈ ഒരു പോസ്റ്റിലോട്ടുള്ള പുതിയ നോട്ടിഫിക്കേഷൻ ജൂലൈ 30 വരികയാണ്. അപ്പോൾ ജൂലൈ 30 ഈ വരുന്ന ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ പ്രീവിയസ്ലി നടന്നിട്ടുള്ള ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ്, എക്സാം അതിന്റെ കട്ട് ഓഫ് മാർക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് അതേപോലെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും, ഇതിന്റെ സിലബസ് എന്തായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ജൂലൈ 30 പുതിയ നോട്ടിഫിക്കേഷൻ വരികയാണ്. കേരള വാട്ടർ അതോറിറ്റിയിലോട്ടുള്ള സബ് എഞ്ചിനീയർ എന്നുള്ള പോസ്റ്റാണ്, അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 എന്നുള്ള പോസ്റ്റാണ് പുതിയ നോട്ടിഫിക്കേഷനിലൂടെ വരുന്നത്. അപ്പൊ റീസെന്റ് നടന്നിട്ടുള്ള, അതായത് ജൂലൈ 13 PSC ചേർന്നിട്ടുള്ള കമ്മീഷൻ യോഗ തീരുമാനത്തിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വിളിക്കാൻ തീരുമാനമായിട്ടുള്ളത്. അപ്പോൾ ഉടൻ തന്നെ നമ്മളുടെ പ്രൊഫൈലിലും കാര്യങ്ങളിലും ഇത് അവൈലബിൾ ആവും. അപ്പൊ നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്, നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും നോക്കാം. ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു, കേരള വാട്ടർ അതോറിറ്റിയാണ് ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. നെയിം ഓഫ് ദി പോസ്റ്റ് എന്ന് പറയുന്നത് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 അല്ലെങ്കിൽ സബ് എഞ്ചിനീയർ എന്നാണ് നമുക്ക് ഈ പോസ്റ്റിന് പറയാൻ പറ്റുന്ന പേര് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സ്കെയിൽ ഓഫ് പേ, അതിന്റെ ഒരു സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 36,500 മുതൽ 89,000 വരെയാണ് അതിന്റെ ഒരു സാലറി സ്കെയിൽ എന്നല്ലേ. അത്യാവശ്യം നല്ലൊരു സാലറി സ്കെയിലും കാര്യങ്ങളാണ് വരുന്നത്. ഡയറക്റ്റ് മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 19 to 40 ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമുക്ക് എന്തായാലും ഉണ്ടാകുക, നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. ഇപ്പൊ നാല് ക്വാളിഫിക്കേഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നത് കേട്ടോ. സോ നമ്മൾ ഡിപ്ലോമ ഒരു സിവിലോ അല്ലെങ്കിൽ മെക്കാനിക്കലോ കഴിഞ്ഞ ഒരാൾക്ക്, 3 വർഷത്തെ ഡിപ്ലോമ സിവിലോ മെക്കാനിക്കലോ കഴിഞ്ഞ ഒരാൾക്ക് ഈ ഒരു എക്സാം എഴുതാം. അങ്ങനെയുള്ള ആളുകളാണ് ഈ സബ് എഞ്ചിനീയർ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ്, നമ്മൾ നോട്ടിഫിക്കേഷൻ ജൂലൈ 30 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഓഗസ്റ്റിൽ അപ്ലൈ ചെയ്യാനുള്ള സമയം സെപ്റ്റംബർ 2 വരെ ആയിരിക്കും അതിന്റെ ഒരു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. സെപ്റ്റംബർ 1 ആയിരിക്കും ഇതിന്റെ ഒരു ലാസ്റ്റ് ഡേറ്റ്, അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നുണ്ടോ. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിലൂടെ തന്നെ ഓൾറെഡി ഷെയർ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കാം. ഏറ്റവും റീസെന്റ് നടന്നിട്ടുള്ള എക്സാമുമായി ബന്ധപ്പെട്ടുള്ള അഡ്വൈസ് ഡീറ്റെയിൽസ് കേട്ടോ. സോ ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 481/2020 ലാസ്റ്റ് നമുക്ക് എന്ത് വന്നത്, ഈ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചത്. എക്സാം നടന്നത് 2023 ജൂലൈ 12 ആയിരുന്നു. 2023 ജൂലൈ 12/7/2023 ഇതിന്റെ ലാസ്റ്റ് എക്സാം നടന്നത്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്ലൈഡ്, കഴിഞ്ഞ തവണ അപ്ലൈ ചെയ്തത് 41,842 പേരാണ് അപ്ലൈ ചെയ്തത്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, മെക്കാനിക്കൽ കഴിഞ്ഞ ആളുകൾക്കും ഡിപ്ലോമ മെക്കാനിക്കൽ കഴിഞ്ഞ ആളുകൾക്കും ഡിപ്ലോമ സിവിൽ കഴിഞ്ഞ ആളുകൾക്കും ഒരേപോലെ എഴുതാൻ പറ്റുന്ന എക്സാം ആണ്. അപ്പൊ 2 സ്ട്രീമിൽ നിന്നുള്ള ആളുകളും എന്തുണ്ടാവും, ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അതിന്റെ ഒരു എക്സാമിന്റെ ഒരു പേപ്പറും അതേപോലെ തന്നെ കട്ട് ഓഫ് മാർക്കും കാര്യങ്ങളൊക്കെ ആ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കും. കാരണം ഇത് 2 സ്ട്രീമിൽ നിന്ന് പഠിക്കുന്ന ആളുകളും അല്ലെ ഈ എക്സാം എഴുതുന്നത് കൊണ്ട് തന്നെ. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 18/7/2024 ജൂലൈ 18 നമുക്ക് എന്ത് ചെയ്ത് ഈ റാങ്ക് ലിസ്റ്റ് വന്നത് അല്ലെ. ശരിക്കും ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ കൃത്യം 1 വർഷത്തിന് ശേഷം 2023 ജൂലൈയിൽ എക്സാം നടന്നു, 2024 ജൂലൈയിൽ എന്ത് വന്നു, റാങ്ക് ലിസ്റ്റ് വന്നു അല്ലെ. മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്ന കാൻഡിഡേറ്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 297 ആണ് കേട്ടോ. 297 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. കട്ട് ഓഫ് മാർക്ക് വന്നിരുന്നത് 63 മാർക്സ് ആണ് കട്ട് ഓഫ് മാർക്ക് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് അഡ്വൈസ് ഇപ്പൊ പോയത് 2026 ഏപ്രിൽ 1 ലാസ്റ്റ് അഡ്വൈസ് പോയത്. ഇതുവരെ 125 അഡ്വൈസ്, 125ഓളം അഡ്വൈസ് ആണ് ഈ ഒരു പോസ്റ്റിൽ നിന്ന് പോയത്. അപ്പൊ 297 പേരുള്ള മെയിൻ ലിസ്റ്റിൽ ഏകദേശം 125 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഏകദേശം പകുതിയോളം ആയി എന്ന് പറയാം. പകുതിയോളം പേര് തന്നെ ഓൾറെഡി അഡ്വൈസ് വന്നിട്ടുണ്ട്. ഇനി റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്ന 2027 ജൂലൈയിലായിരിക്കും റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നത് കേട്ടോ. നമുക്കിനി പറയാം, ഏകദേശം കൃത്യം 1 വർഷം കൂടിയും ഇനി എന്തുണ്ട്, ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകാനുള്ള ടൈം ഉണ്ട് എന്നാണ്. അപ്പൊ ഇതിൽ നിന്ന് കുറച്ചുകൂടി നിയമനങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ടാവും. സോ ഇതാണ് നമ്മളുടെ ഒരു ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, ഒരു 60 മാർക്കാണ് കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇതിന് എക്സാമിന്റെ സ്റ്റേജസ് നോക്കാം. നമുക്ക് 2 സ്റ്റേജ് ആണുള്ളത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ റിട്ടൺ എക്സാം ആണ്. നമുക്ക് OMR എക്സാം പോലെ എഴുതുന്ന
100 മാർക്കിന്റെ റിട്ടൺ എക്സാം ആയിരിക്കും. അതിന് വ്യക്തമായിട്ടുള്ള ഒരു സിലബസും കാര്യങ്ങളുണ്ട്. ആ സിലബസും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് അടുത്തതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് അതിന്റെ ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. നമ്മൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന വെരിഫിക്കേഷനും കാര്യങ്ങളും ആയിരിക്കും അടുത്ത ഒരു സ്റ്റേജ് ആയിട്ട് എക്സാമിന്റെ പാർട്ടായിട്ടുണ്ടായിരിക്കുക. ഇനി നമുക്ക് സിലബസിനെ മൊത്തത്തിൽ നമുക്കൊരു ഓവർവ്യൂ പോലെ നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിന്റെയും ഉള്ളിലോട്ട് പോകുന്നില്ല. ഇപ്പൊ നമ്മളെ സിലബസിനെ മെക്കാനിക്കൽ എന്നും സിവിൽ എന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് കാണുമ്പോൾ തന്നെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ മെക്കാനിക്കലിന്റെ പോർഷൻ നിന്നുള്ള സിലബസുകളും അതേപോലെ തന്നെ സിവിലിന്റെ ഭാഗത്തു നിന്നുള്ള കണ്ടന്റ്സും ആയിരിക്കും നമുക്ക് എന്തുണ്ടാകുക പഠിക്കേണ്ടതായിട്ട് വരും അല്ലെ. സോ മെക്കാനിക്കലിന്റെ ഭാഗത്ത് നിന്ന് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് വിത്ത് യൂണിറ്റ് ഓഫ് മെഷർമെന്റ്സിന്റെ ഭാഗത്തു നിന്നും 6 മാർക്കിനാണ് ആ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ സിലബസ് വരുന്നത്. അപ്പൊ ജസ്റ്റ് ടോപ്പിക് ഏതാണ് അല്ലെങ്കിൽ ഏരിയ ഓഫ് സ്റ്റഡി ഏതാണെന്നും അതോടൊപ്പം തന്നെ അത് എത്ര മാർക്കിനുണ്ട് എന്നുള്ള കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ദെൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നിന്നും 9 മാർക്ക്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ നിന്നും 10 മാർക്കിനാണ് നെക്സ്റ്റ് അടുത്തായിട്ട് വരുന്നത് അല്ലെ. ദെൻ ഫ്ലൂയിഡ് മെക്കാനിക്സ് 9 മാർക്ക്, ഹൈഡ്രോളിക് മെഷീൻസ് 9 മാർക്ക്, തെർമൽ ആൻഡ് തെർമോഡൈനാമിക്സിൽ നിന്നും 7 മാർക്ക്. അപ്പൊ ഇത്രയും ആണ് നമുക്ക് എന്ത് വരുന്നത് ഈ മെക്കാനിക്കലിന്റെ പോർഷൻ ആയിട്ട് നമുക്ക് വരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു മെക്കാനിക്കൽ ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്കും ഡിപ്ലോമ മെക്കാനിക്കൽ കഴിഞ്ഞ ആളുകൾക്കും അതോടൊപ്പം തന്നെ ഡിപ്ലോമ സിവിൽ കഴിഞ്ഞ ആളുകൾക്കും ഈ ഒരു എക്സാം എഴുതാന്ന് പറഞ്ഞതുകൊണ്ട് മെക്കാനിക്കലിന്റെ ഭാഗത്തു നിന്നുള്ള സിലബസ് ആണ് ഇവിടെ ഈ ഒരു കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ സിവിലിന്റെ ഭാഗത്തോട്ട് നോക്കുന്ന സമയത്ത് അടുത്തായിട്ട് സിവിലില് സർവേയിങ് എന്നുള്ള ഭാഗത്ത് നിന്നും 8 മാർക്ക്, ബിൽഡിംഗ് പ്ലാനിംഗ് ആൻഡ് ഡ്രോയിങ് എന്നുള്ള ഭാഗത്ത് നിന്നും 5 മാർക്ക്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ നിന്നും 10 മാർക്ക്, കോൺക്രീറ്റ് ടെക്നോളജിയിൽ നിന്നും 7 മാർക്ക്, സ്ട്രക്ചറൽ ഡിസൈനിൽ നിന്നും 6 മാർക്ക്, ക്വാണ്ടിറ്റി സർവേയിൽ നിന്നും 8 മാർക്ക്, കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിൽ നിന്നും 6 മാർക്ക്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ സിവിലിന്റെ സിലബസിനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ടോട്ടൽ 100 മാർക്കിനാണ്. അപ്പൊ പ്രോപ്പർലി മനസ്സിലാക്കുക, മെക്കാനിക്കലിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ സിവിലിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ സിവിലിലും മെക്കാനിക്കലിലും പറ്റുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഈ സബ് എഞ്ചിനീയർ എന്നുള്ള വാട്ടർ അതോറിറ്റിയിലെ സബ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. അപ്പൊ സിലബസിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതിന്റെ ഡീപ്പായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വീണ്ടും പിന്നീടുള്ള വീഡിയോകളായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ടെക് PSCയിൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ലോങ് ടേം കോഴ്സ് ആണ്. കാരണം നമുക്കൊരു എക്സാം നടക്കുന്നത് വരെയുള്ള ഏകദേശം ഒരു വർഷത്തിന്റെ 2027 എക്സാം വരാൻ പോകുന്നത്. അപ്പൊ 2027 എക്സാം നടക്കുന്നത് വരെ നിങ്ങൾക്ക് ക്ലാസ്സസ് അവൈലബിൾ ആകുന്ന രീതിയിൽ ഒരു ലോങ് ടേം കോഴ്സ് ടെക് PSCയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ കോഴ്സിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഫുള്ള് സിലബസ് ആയിട്ടുള്ള ഫുള്ളി ആ സിലബസിനെ മെക്കാനിക്കലിനെയും സിവിലിനെയും ഫുള്ളി സിലബസ് ആയിട്ടുള്ള റെക്കോർഡർ ക്ലാസ്സസ് ഉണ്ടാവും, എക്സ്ട്രാ ലൈവ് സെക്ഷൻസും നിങ്ങൾക്ക് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഫുള്ളി സിലബസിന്റെ ബേസ് ചെയ്തിട്ട് ക്ലാസ്സസിന്റെ നോട്ട്സ് PDF ഫോർമാറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ടുള്ള മെന്റർഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മെന്റർഷിപ്പോട് കൂടിയിട്ട് നിങ്ങൾക്ക് അത് പഠിക്കാം. ടോപ്പിക് വൈസ് എക്സാമുകൾ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഫുൾ സിലബസ് മോഡൽ എക്സാംസ് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഫുള്ളി സിലബസ് ആയിട്ടുള്ളതും ടോപ്പിക് വൈസ് ആയിട്ടുള്ള എക്സാംസും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഉണ്ടായിരിക്കുക. അപ്പൊ ഈ ഒരു കോഴ്സിന്റെ ടോട്ടൽ ആയിട്ടുള്ള ഫീ എന്ന് പറയുന്നത് 8,000 ആണ്. ഇപ്പൊ നമ്മൾ പുതുതായിട്ട് ഫസ്റ്റ് ഏർലി ബേർഡ് ഓഫർ എന്നുള്ള രീതിയിൽ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ജസ്റ്റ് 5,999 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു കോഴ്സ് കൊടുക്കുന്നത്. അപ്പൊ കോഴ്സിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ജൂലൈ 30 വരുന്ന നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയിട്ട് മെക്കാനിക്കലോ സിവിലോ ഡിപ്ലോമ ഓർ ഹയർ ക്വാളിഫിക്കേഷനുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യുക, ഉടനെ തന്നെ പഠിച്ചു തുടങ്ങുക. ഓക്കെ, ഇതേപോലുള്ള ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്